നല്ല രീതിയിലുള്ള വളപ്രയോഗവും അതുപോലെ കൃഷി രീതിയൊക്കെ അവലംബിച്ചാൽ നമ്മുടെ നാട്ടിലും നമുക്ക് മുന്തിരി വള്ളികൾ നന്നായി വളർത്തിയെടുക്കാനും അതിൽ നിന്ന് കായകൾ ഉണ്ടാക്കാനും നമുക്ക് കഴിയും. ആദ്യമായി നമ്മൾ അതിൻ്റെ ചുവട് നന്നായിട്ട് കളയൊക്കെ പറിച്ച് നന്നായി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി അതിൽ ആദ്യമായി ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ അതിന് നന്നായിട്ടൊരു വെള്ളമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ തടം നല്ല ഭംഗിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പണിയാണ് ആദ്യമായിട്ട് ചെയ്തത്. ഈ മുന്തിരി വള്ളി നടുന്ന സമയത്ത് കാലിവളവും അതുപോലെ എല്ലുപൊടിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ചുവടൊക്കെ ഒന്ന് വൃത്തിയാക്കി മണ്ണ് കുറച്ച് ഇളക്കിയിട്ട് ഞാൻ ഏകദേശം ഒരു കൊട്ടക്കടുത്ത് കാലിവളം, നന്നായിട്ട് ഉണങ്ങിയ കാലിവളം അത് ചെയ്ത് അത് മണ്ണുമായിട്ട് നന്നായിട്ട് ഇളക്കി വൃത്തിയാക്കി കൊടുക്കുകയാണ് ആദ്യമായിട്ട് ചെയ്തത്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധയോടുകൂടി വേണം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. അതിൻ്റെ വേര് മുറിഞ്ഞു പോകാനോ അതുപോലെ അതിൻ്റെ ചെടിക്ക് തട്ടിപ്പോവുകയൊന്നും ചെയ്യാതെ വളരെ ശ്രദ്ധയോടുകൂടി വേണം മണ്ണുമായിട്ട് ഇതൊന്ന് റെഡിയാക്കി കൊടുക്കാൻ വേണ്ടി. മുന്തിരി ചെടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, അതിൻ്റെ വളർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ് പ്രൂണിങ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ മുന്തിരി നട്ടു, അത് വളർന്ന് വലിയ പന്തലൊക്കെ കയറിയിട്ടുണ്ടാകും, പക്ഷേ ഇതുവരെ അതിൽ കായകൾ ഉണ്ടായിട്ടില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിന് വ്യക്തമായ രീതിയിലുള്ള ശാസ്ത്രീയപരമായ രീതിയിലുള്ള പ്രൂണിങ് നമ്മൾ നടത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. നമ്മളതിൻ്റെ തായ് തടി മാത്രം വെച്ചുകൊണ്ട്, ഇതിപ്പോൾ ഒരു ചെറിയ ചെടിയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ആദ്യം കൊണ്ടുവന്ന സമയത്ത് ഒരു 1-2 കായകൾ അതിൻ്റെ മേലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞാനത് കൃത്യമായി എൻ്റെ തായ് ചെടി മാത്രം വെച്ചുകൊണ്ട് അതിൻ്റെ ബാക്കി ഇലകളും അതുപോലെ ഉള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് നമ്മൾ മാറ്റണം. അതിൽ നിന്ന് പുതിയ ശിഖരങ്ങൾ ഉണ്ടാവുകയും നന്നായി ബ്രാഞ്ചസ് വളർന്നു പോകാൻ വേണ്ടിയാണ് നമ്മൾ ഈ പ്രൂണിങ് എന്ന് പറയുന്ന സംവിധാനം ചെയ്യുന്നത്. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന അടുത്ത 2-3 മുകുളങ്ങളിൽ നിന്ന് നല്ല രീതിയിലുള്ള ചെടികൾ വരും. സാധാരണ ഒരു മുന്തിരി ചെടിയുടെ ജീവിത കാലഘട്ടം അല്ലെങ്കിൽ അതിൻ്റെ എത്ര വർഷത്തേക്കാണ് അത് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞതൊരു 15 വർഷം മുതൽ 25 വർഷം വരെ അതിന് കാലഘട്ടമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ തായ്ച്ചെടി നമ്മൾ കണ്ടാൽ ചിലപ്പോൾ ഉണങ്ങിയതുപോലെയൊക്കെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ തായ്ച്ചെടിക്ക് നല്ല ശക്തി കിട്ടാൻ വേണ്ടിയിട്ട് അതിന് അടുത്ത് വന്നിരിക്കുന്ന ബ്രാഞ്ചസൊക്കെ ആദ്യം വെട്ടി നമ്മൾ ലെവലാക്കി വൃത്തിയാക്കി കൊടുക്കണം. അപ്പോൾ നല്ല രീതിയിലുള്ള പുതിയ ബ്രാഞ്ചസ് അതിലേക്ക് വളർന്നു വരും. അപ്പോൾ നല്ല ശക്തമായ പന്തൽ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഏറ്റവും നല്ല വളമായിട്ട് മുന്തിരി വള്ളിക്കും അതുപോലെ എല്ലാ പച്ചക്കറി
പച്ചക്കറികൾക്കും അതുപോലെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന എല്ലാ കൃഷികൾക്കും ഏറ്റവും നല്ലത് ഈ ഒരു സമ്പ്രദായമാണ്. പച്ച ചാണകത്തിൽ ഗോമൂത്രം അടക്കം എടുത്ത് അതിൽ പിന്നെ കടലപ്പിണ്ണാക്ക് കുതിർത്ത് വെക്കുക. അപ്പോൾ മാക്സിമം ഒരു 5 ദിവസം കഴിഞ്ഞതിന് ശേഷം അത് നമുക്കതിൻ്റെ മേലെ നല്ല പാട പോലെ വെള്ളം കിട്ടും. ആ വെള്ളം എടുത്തിട്ട് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്.